ഇതാണോ മറ്റേക്കരെ ആദർശം? ഇതായിരുന്നോ പ്രത്യയശാസ്ത്രം? സാറേ, കെട്ടുകണക്കിന് നോട്ട് കാണുമ്പോ കണ്ണുകൾ മഞ്ഞളിച്ച് കാല് മാറുന്നതാണോ ഒരാളുടെ വ്യക്തിത്വം? നിർത്ത. ഇത്രയും നാൾ തന്നെയൊക്കെ വിശ്വസിച്ച അണികളെയും അനുയായികളൊക്കെ താൻ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? എടോ, രാഷ്ട്രസേവനം, പൊതുജന സേവനം, സാമൂഹിക പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ജനങ്ങളെ പറ്റിക്കലായിരുന്നോ? അനന്തം പിള്ള ചാക്ക് കണക്കിന് നോട്ട് തരാന്ന് പറഞ്ഞാ താൻ വേറെ പലതും ചെയ്യലോ? തനിക്കൊക്കെ നാണമില്ലടോ? പോയി സൂയിസൈഡ് ചെയ്യടോ, ഇഡിയറ്റ്. ഞങ്ങളെല്ലാവരും കൂടി വെയിലും മഴയും കൊണ്ട് ഒത്തിരി ഒത്തിരി ത്യാഗം സഹിച്ച് കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനോ അതാ ലോകദ്രോഹി ഒറ്റ ഒരുത്തൻ തകർത്ത് കളഞ്ഞില്ലേ? അച്ഛൻ ടെൻഷൻ ആവല്ലേ? അച്ഛന് സുഖമില്ലാത്തതാ. സർ, ഒന്ന് സമാധാനപ്പെടുക. ഞാൻ എങ്ങനെ സമാധാനപ്പെടും രാജു? മഹാദേവ വർമ്മ സാറിന്റെയോ എന്റെയോ പൊൻകുന്നം സദാശിവൻ സാറിന്റെയോ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതല്ല ഈ പാർട്ടി. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാ, പ്രത്യാശയാ, അവരുടെ ഏക ആലംബമാണ്. വിയർക്കുന്നവന്റെയും വിശക്കുന്നവന്റെയും കണ്ണീർ ഒഴുക്കുന്നവരുടെയും അനാഥരുടെയും ആലംബഹീനരുടെയും ആശ്രയകേന്ദ്രം. അതല്ലേ അവർ തകർത്ത് കളഞ്ഞത്? ആ ഫ്രോഡ് അനന്തപിള്ള ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത് ഒരു വലിയ പ്രസ്ഥാനത്തെയാ. അവന്റെ ദുഷിച്ച നാവ് കൊണ്ടും പിഴച്ച പണം കൊണ്ടും അവൻ താറുമാറാക്കിയത് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു വലിയ ആദർശ സംഹിതയാണ്. ആ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെയാ അവൻ കത്തിച്ച് കരിച്ചു കളഞ്ഞത്. അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ പ്ലീസ്. അച്ഛന് ബിപി കൂടും. കൂടട്ടെ, ചെറിയ കാര്യമല്ല എന്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നത്. എന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും അധ്വാനത്തെയാ അവൻ നോട്ട് കെട്ടുകൾ ഇറക്കി നശിപ്പിച്ചു കളഞ്ഞത്. സർ, സാറ് തൽക്കാലം ഇതൊന്നും മറക്കാൻ ശ്രമിക്കുക. പറ്റില്ല രാജു, എനിക്കതിന് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രപഞ്ചമാണ് തകർന്നത്. എന്റെ ജീവശ്വാസമായിരുന്നു എനിക്കെന്റെ പാർട്ടി. അതെനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുതായിരുന്നു. അറിയാം സർ. ഞാൻ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെങ്ങനെയാ? അച്ഛനെ ചിലരൊക്കെ ചേർന്ന് കട്ടിലിൽ കിടത്തിയതല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നെന്ന്? സാറ് വീണതിന് ശേഷം ആനന്ദം പിള്ള തന്ത്രപൂർവ്വം ഇതെല്ലാം ചെയ്ത്. എനിക്ക് പകരക്കാരനായ ഒരു അമരക്കാരൻ ഈ പ്രസ്ഥാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സാറിനോട് നേരിട്ട് എതിരിടാൻ ആ ആനന്ദം പിള്ളയ്ക്ക് പേടിയായിരുന്നു. അയാൾ കാശിറക്കി ഈ വൃത്തികെട്ട കളി കളിച്ചതാ. അയാളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? കാശ് വെച്ച് നീട്ടിയപ്പോ അത് വാങ്ങിയവന്മാരും നല്ലവന്മാരൊന്നും അല്ലല്ലോ. ഓർക്കുമ്പോ ഞാൻ നടുങ്ങുക. എനിക്കെന്റെ ലോകം ഇല്ലാതായതുപോലെയാ. അച്ഛ, സമാധാനപ്പെട്. അതൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മനസ്സിൽ നിന്നൊന്നും മറക്കാൻ ശ്രമിക്കും. ഒന്നും മറക്കാൻ പറ്റില്ല. നിങ്ങൾ ചെല്ല്, എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. നിങ്ങൾ ചെല്ലുക.